MBBS കോഴ്സിന് ചേർന്നിട്ടാണ് കുട്ടിക്ക് മനസ്സിലാവുന്നത് എനിക്ക് പറ്റിയ കോഴ്സ് അല്ല. എനിക്ക് രക്തം കണ്ടാൽ, ബ്ലഡ് കണ്ടാൽ തല കറങ്ങുന്നു, എനിക്ക് പറ്റിയ പ്രൊഫഷൻ അല്ല ആക്ച്വലി മെഡിക്കൽ പ്രൊഫഷൻ എന്നുള്ളത് കുട്ടി മനസ്സിലാക്കുന്നത് MBBS സീറ്റ് കിട്ടിയതിന് ശേഷം മാത്രമാണ്. എന്ത് ചെയ്യും, നെക്സ്റ്റ് ഒരു കരിയറിലേക്ക് സ്വിച്ച് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവിടെ ഒരു ഓപ്ഷൻ ഉള്ളത്. പുതിയ ഒരു അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ചോദ്യം ചില വീടുകളിലെങ്കിലും നടക്കുന്ന ഒരു ഡിസ്കഷൻ ആയിരിക്കും, ആലോചനകളായിരിക്കും. ഒരു വർഷം ഗ്യാപ്പ് എടുത്തു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ കരിയറിനെ ബാധിക്കുമോ, കരിയർ അവതാളത്തിലാകുമോ എന്നൊരു ചോദ്യം. പ്രത്യേകിച്ച് +2ന്റെ റിസൾട്ട് ഒക്കെ വന്നു, ചില എൻട്രൻസ് പരീക്ഷകളൊക്കെ കഴിഞ്ഞു, ചില എൻട്രൻസ് പരീക്ഷകൾ നടക്കാനിരിക്കുന്നുണ്ട്. നീറ്റ് പരീക്ഷ, ഇന്ത്യയിൽ ഏകദേശം 22 ലക്ഷത്തിലധികം കുട്ടികൾ എഴുതുന്ന നീറ്റ് പരീക്ഷ ഒരു പ്രാവശ്യം നടന്നു, അത് ക്യാൻസൽ ചെയ്തു. ജൂൺ 21 റീനീറ്റ് നടക്കാൻ പോവാണ്. ചില കുട്ടികളെങ്കിലും ആൾറെഡി ഡിസിഷൻ എടുത്ത് കഴിഞ്ഞു കാണും, ഈ വർഷം ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ വെറുതെ ഇരിക്കാൻ പോവാണ്. വെറുതെ ഇരിക്കാൻ മീൻസ് ഒരു കോഴ്സ് ഒന്നും ചെയ്യുന്നില്ല, ഒരു കോളേജിലൊന്നും ചേരുന്നില്ല, പകരം ഞാൻ മറ്റ് എൻ്റെ ഗോളിനായിട്ടുള്ള തയ്യാറെടുപ്പിലേക്ക് മാറ്റി വെക്കുന്നു എന്നുള്ളൊരു തീരുമാനം. +2 കഴിഞ്ഞ കുട്ടികളുടെ കേസ് മാത്രമല്ല, ഗ്യാപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ ഒരു കരിയറിൽ ഒരു ഗ്യാപ്പ് എടുക്കുക, അല്ലെങ്കിൽ അക്കാഡമിക് ജേർണിയിൽ ഒരു ഗ്യാപ്പ് എടുക്കുക എന്നുള്ളത് സർവ്വസാധാരണമാണ് എന്നുള്ളത് ഈ വീഡിയോ കാണുന്ന മുഴുവൻ കുട്ടികളും, പാരൻസും, നാട്ടുകാരും, വീട്ടുകാരും, കുടുംബക്കാരും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. കാരണം ഇതൊരു സോഷ്യൽ സ്റ്റിഗ്മയായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഈ ഒരു സന്ദർഭത്തിൽ ചെയ്യാൻ കാരണം. എന്താണ് ഗ്യാപ്പ് ഇയർ എന്നുള്ള അറിയാത്തവർക്ക് ചുരുക്കത്തിലൊന്ന് പറയാം. മേ ബി +2 വരെ സ്കൂളിംഗ് സിസ്റ്റം ആണ്, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ഇന്ത്യയിൽ 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ റെഗുലർ ആയിട്ട് സ്കൂളിൽ അങ്ങനെ പഠിച്ചു പോകുന്നു. 12ാം ക്ലാസ് കഴിഞ്ഞിട്ടായിരിക്കും ഒരു പക്ഷേ മേജർ ആയിട്ടുള്ള ഒരു കരിയർ ടേൺ കുട്ടിയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. 10ാം ക്ലാസ്സിന് ശേഷം സ്ട്രീം മാറുന്നുണ്ടെങ്കിൽ കൂടെ +2 കഴിഞ്ഞതിന് ശേഷമാണ് ഇനി എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ്, ഏത് ജോലിയിലേക്കാണ്, ഏത് കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിനനുസരിച്ചായിരിക്കും ഏത് ജോലിയിൽ അദ്ദേഹം എത്തും, അവരെത്തും എന്നുള്ളത് തീരുമാനിക്കുന്നത്. സോ ഈ ഒരു ജംഗ്ഷനിൽ എത്തുന്ന സമയത്ത്, ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ ഒരുപാട് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കൊക്കെ ഉള്ള ആശങ്കയാണ്, ഇന്ന കോഴ്സ് എടുത്താൽ കുട്ടിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുമോ, അല്ലെങ്കിൽ കുട്ടി ആഗ്രഹിച്ച, രക്ഷിതാക്കൾ ആഗ്രഹിച്ച, വീട്ടുകാർ ആഗ്രഹിച്ച ഒരു കോഴ്സ് ഉണ്ടായിരിക്കും. കുട്ടി ചെറുപ്പം മുതൽ ആ ഒരു കോഴ്സിനായിരിക്കും ആസ്പയർ ചെയ്യുന്നുണ്ടാവും. നിർഭാഗ്യവശാൽ കുട്ടിക്ക് ആ ഒരു കോഴ്സിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. സോ ഒരു വർഷം ഗ്യാപ്പ് എടുക്കുന്നു. ഒരു വർഷം ഗ്യാപ്പ് എടുത്തുകൊണ്ട് അവൾ ഉദ്ദേശിച്ച കോഴ്സിലേക്കുള്ള പ്രിപ്പറേഷൻ ആയിട്ട് മാറ്റിവെക്കുന്നു. ഇത് +2 കഴിഞ്ഞവരുടെ കേസ് മാത്രമല്ല, കോളേജിന്റെ കേസിലാണെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് PGക്ക് അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് പോകുന്നതിന് മുന്നേ ചില ആളുകൾ 1 വർഷം 2 വർഷം എന്തെങ്കിലും ഇന്റേൺഷിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ജോലിക്ക് അപേക്ഷിക്കാം, ഒരു ജോലിക്ക് ട്രൈ ചെയ്യാം. ഒരു ജോലി ചെയ്ത് ഒരു 2 വർഷം അല്ലെങ്കിൽ 1.5 വർഷം ഗ്യാപ്പ് എടുത്തുകൊണ്ട് അടുത്ത അക്കാഡമിക് ഇയറിലേക്കുള്ള നെക്സ്റ്റ് അക്കാഡമിക് ഇയറിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു ഹയർ സ്റ്റഡീസ് പ്ലാൻ ചെയ്യാം എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരുണ്ട്. ഇനി കരിയറിൽ തന്നെ ഒരു ജോലിയിലൊക്കെ പ്രവേശിച്ച ആളുകൾ തന്നെ ഈ ഒരു കരിയറിൽ നിന്ന് സ്വിച്ച് ചെയ്യണം, എനിക്കൊരു ബ്രേക്ക് അത്യാവശ്യമാണ് എന്നുള്ള ഉദ്ദേശത്തിൽ ഒരു കരിയർ ഗ്യാപ്പ് എടുക്കുന്നവരൊക്കെ ഉണ്ട്. കുട്ടികളുടെ അക്കാഡമിക് ജേർണിയിലുള്ള ഒരു ഗ്യാപ്പ് ഇയറിനെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്നത്തെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ഞാനൊരു ഡോക്ടറുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങളെ വായിപ്പിക്കാം. കേരളത്തിലെ പ്രശസ്തനായിട്ടുള്ള ഒരു സൈക്യാട്രിസ്റ്റ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് വാളിൽ എഴുതിയിട്ടുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു. നീറ്റ് എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്തതിന്റെ പിറ്റേ ദിവസം അദ്ദേഹം എഴുതിയതാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് കുട്ടികൾ വന്നിരുന്നു. ഈ കുട്ടികൾ ഒരു വർഷം നീറ്റിനായിട്ട് നല്ലൊരു ഡോക്ടർ ആവണം, മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യണം എന്നുള്ള അതിയായ ആഗ്രഹത്താൽ ഒരു വർഷം ഗ്യാപ്പ് എടുത്തു, ഡ്രോപ്പ് ചെയ്ത് അതിനായിട്ട് കോച്ചിങ്ങിനൊക്കെ പോയിട്ട് പഠിച്ച് നന്നായിട്ട് മാർക്ക് വാങ്ങിയ കുട്ടികളായിരുന്നു. നിർഭാഗ്യവശാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നീറ്റ് എക്സാം ക്യാൻസൽ ചെയ്തു, മറ്റൊരു ദിവസത്തേക്ക് റീഷെഡ്യൂൾ ചെയ്തു, റീനീറ്റ് നടക്കാൻ പോവാണ്. ഈ ഒരു സംഭവം കുട്ടികളെ നന്നായിട്ട് മെന്റലി അഫക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. സോ മെന്റൽ ഹെൽത്തും ഒരു കുട്ടി ഗ്യാപ്പ് ഇയർ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മെന്റൽ ഹെൽത്തും കുട്ടിയുടെ അക്കാഡമിക് പ്രഷറും കുട്ടിയുടെ സോഷ്യൽ എൻവിറോൺമെന്റ് ഒക്കെ വളരെ പ്രധാനമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു എലമെന്റ് ആണ് എന്നുകൂടെ നമ്മൾ ഈ ഡിസ്കഷനിലേക്ക് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം കുട്ടികൾ കരിയറിൽ, അക്കാഡമിക് ജേർണിയിൽ ഗ്യാപ്പ് എടുക്കുന്നത്. ഒന്ന്, ഉദ്ദേശിച്ച കോഴ്സ് കിട്ടാനുള്ള മാർക്കില്ല. ഫോർ എക്സാമ്പിൾ എൻട്രൻസ് പരീക്ഷയാണെങ്കിൽ, ഏത് കരിയർ മേഖലയിലേക്ക് പോവുകയാണെങ്കിൽ, ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ, മെഡിക്കൽ ഫീൽഡിലാണെങ്കിൽ നീറ്റ് പരീക്ഷയുണ്ട്, എഞ്ചിനീയറിംഗിലേക്കാണെങ്കിൽ JEE ഉണ്ട്, കേരളത്തിലാണെങ്കിൽ കീം എന്ന് പറയുന്ന എക്സാം ഉണ്ട്, അല്ലെങ്കിൽ മറ്റനേകം എക്സാമുകളുണ്ട്. ഒരു എൻട്രൻസ് പരീക്ഷയുടെ കടമ്പ കടക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലേക്കാണെങ്കിൽ CUET ഒക്കെ ഉണ്ട്. സോ
നമ്മൾ ഉദ്ദേശിച്ച കോഴ്സിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലേക്ക് കിട്ടാനുള്ള ഒരു മാർക്കില്ല. സോ അതുകൊണ്ട് ഒരു വർഷം ബ്രേക്ക് എടുക്കാം, അടുത്ത അക്കാഡമിക് ഇയറിലേക്കുള്ള അടുത്ത എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം, ക്രാക്ക് ചെയ്യാം എന്നുള്ള ഒരു കോൺഫിഡൻസിൽ ബ്രേക്ക് എടുക്കുന്ന കുട്ടികളുണ്ട്. ഇനി രണ്ടാമത്തെ സംഗതി, എൻട്രൻസ് പരീക്ഷകൾ ഒന്നും എഴുതിയില്ല. ചില കുട്ടികൾ അങ്ങനെയുണ്ട്. +2 കഴിഞ്ഞിട്ടായിരിക്കും ആലോചിക്കുക, +2 റിസൾട്ട് വരട്ടെ. ചില പാരന്റ്സ് അടക്കം മെസ്സേജ് അയക്കാറുണ്ട്, മോന് ഒരു എൻട്രൻസ് പരീക്ഷയ്ക്കും ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ല, ഇനി എന്ത് ചെയ്യും, ഇനി എന്താണ് ഓപ്ഷൻ ഉള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. സ്വാഭാവികമായിട്ടും +1 കഴിയുന്നത് ശേഷം തന്നെ ഒരു കുട്ടി, ഒരു പാരന്റ് നിർബന്ധമായിട്ടും അടുത്തൊരു അക്കാഡമിക് ഇയറിൽ ഇന്ന എൻട്രൻസ് പരീക്ഷകൾ എഴുതണം എന്നുള്ളത് +1 കഴിഞ്ഞിട്ടെങ്കിലും എന്ത് ചെയ്യണം, ഒരു വീട്ടിൽ ഡിസ്കഷൻ നടക്കേണ്ട സംഗതിയാണ്. കുട്ടിയും പാരന്റും ഒരുമിച്ചിരുന്ന് തീരുമാനം എടുക്കേണ്ട സംഗതിയാണ്. +1 കഴിഞ്ഞിട്ട് ആണ് തുടങ്ങേണ്ടതെന്നല്ല, +1 കഴിഞ്ഞിട്ടെങ്കിലും ഈ ഒരു ഡിസ്കഷൻ വരേണ്ടത് ഉണ്ട് എന്നുള്ളത്. കാരണം +2 ആരംഭം മുതൽ തന്നെ പല എൻട്രൻസ് പരീക്ഷകൾക്കുള്ള അപ്ലിക്കേഷൻ വിളിച്ചു തുടങ്ങുന്നു. പല പ്രീമിയർ സ്ഥാപനങ്ങളിലേക്കുള്ള അപേക്ഷകൾ മാർച്ച് ആവേണ്ടതില്ല, ഡിസംബർ സെപ്റ്റംബർ ആകുമ്പോഴേക്ക് തന്നെ അപേക്ഷകൾ ക്ഷണിക്കാറുണ്ട്. സോ ഈ ഒരു കേസ് ഒരുപാട് പേര് മിസ് ഔട്ട് ആവാറുണ്ട്. അതുകൊണ്ട് തന്നെ എൻട്രൻസ് പരീക്ഷകൾ ഒന്നും എഴുതിയില്ല, ഇനി എന്ത് ചെയ്യും, ഒരു വർഷം ഡ്രോപ്പ് ചെയ്യാം, അടുത്ത അക്കാഡമിക് ഇയറിലുള്ള എൻട്രൻസ് പരീക്ഷകൾ ക്രാക്ക് ചെയ്യാനുള്ള ഉദ്ദേശത്തിൽ ഗ്യാപ്പ് ഇയർ എടുക്കുന്നവരുണ്ട്. ഇനി എടുത്ത കോഴ്സ് ഇഷ്ടപ്പെട്ടില്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ +2 കഴിഞ്ഞു, ഏതെങ്കിലും ഒരു കോഴ്സിന് ജോയിൻ ചെയ്തു, ഇനിയിപ്പോ എൻട്രൻസ് പരീക്ഷകൾ ക്രാക്ക് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു മെഡിക്കൽ കോളേജിൽ MBBS കോഴ്സിന് ചേർന്നു. MBBS കോഴ്സിന് ചേർന്നിട്ടാണ് കുട്ടിക്ക് മനസ്സിലാവുന്നത് എനിക്ക് പറ്റിയ കോഴ്സ് അല്ല, എനിക്ക് രക്തം കണ്ടാൽ, ബ്ലഡ് കണ്ടാൽ തല കറങ്ങുന്നു, എനിക്ക് പറ്റിയ പ്രൊഫഷൻ അല്ല ആക്ച്വലി മെഡിക്കൽ പ്രൊഫഷൻ എന്നുള്ളത് കുട്ടി മനസ്സിലാക്കുന്നത് MBBSന് സീറ്റ് കിട്ടിയതിന് ശേഷം മാത്രമാണ്. എന്ത് ചെയ്യും, നെക്സ്റ്റ് ഒരു കരിയറിലേക്ക് സ്വിച്ച് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവിടെ ഒരു ഓപ്ഷൻ ഉള്ളത്. സോ സ്വാഭാവികമായിട്ട് അവിടെ ഒരു കരിയർ ഗ്യാപ്പ് എടുക്കേണ്ടി വരും. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം കുട്ടികൾ കരിയറിൽ, അക്കാഡമിക് ജേർണിയിൽ ഗ്യാപ്പ് എടുക്കുന്നുണ്ടാവുക. ഇനി വേറെ കുറച്ച് ആളുകളുണ്ട് കേട്ടോ, വളരെ രസകരമായിട്ടുള്ള ചില ആളുകളാണ്. ഇവരുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ശുദ്ധമായിട്ടുള്ള മടിയാണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കുറെ പഠിച്ചില്ലേ, +2 വരെ കുറെ പഠിച്ചു, അല്ലെങ്കിൽ ഡിഗ്രി വരെ കുറെ പഠിച്ചു, ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാം, കുറച്ച് വെറുതെ ഇരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയും ഡ്രോപ്പ് ചെയ്യുന്ന, ഇയർ വെറുതെ കളയുന്ന, ഗ്യാപ്പ് ഇയർ എടുക്കുന്ന ഒരുപാട് പേര് നമ്മൾ കാണാറുണ്ട് അല്ലെ. എന്നാൽ നേരത്തെ പറഞ്ഞ ആളുകളുടെ കേസിലേക്ക് നമ്മൾ പോവാം. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടിയില്ല, എൻട്രൻസ് പരീക്ഷയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല, എൻട്രൻസ് പരീക്ഷ ഒന്നും എഴുതിയില്ല, അല്ലെങ്കിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടിയില്ല, ഉദ്ദേശിച്ച കോഴ്സോ അല്ലെങ്കിൽ നല്ലൊരു കോളേജോ നല്ലൊരു സ്ഥാപനമോ കിട്ടിയില്ല, നമ്മൾ എത്തിപ്പെട്ട സ്ഥലം നമുക്ക് പറ്റിയതായിരുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു വർഷം വെറുതെ ഇരിക്കുകയാണ്. അതിൻ്റെതായിട്ടുള്ള മെറിറ്റ്സും ഡീമെറിറ്റ്സും ഒക്കെ ഉണ്ടാവും. ഈ വീഡിയോ കാണുന്ന രക്ഷിതാക്കളും നാട്ടുകാരും വീട്ടുകാരൊക്കെ ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിൽ ഈ വർഷം ഗ്യാപ്പ് ഇയർ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മൾ കാണുന്ന ഒരു ട്രെൻഡാണ് എഞ്ചിനീയറിംഗിനും മെഡിസിനൊക്കെ, നീറ്റിനും JEE-ക്കൊക്കെ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ള ട്രെൻഡ്. സോ റിപ്പീറ്റ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് പല രക്ഷിതാക്കളും വിചാരിക്കുന്നുണ്ടാവും ഒരു വർഷം വെറുതെ കളയേ എന്ന് വിചാരിക്കുന്നുണ്ടാവും. ഒരു വർഷം വെറുതെ കളഞ്ഞാൽ എന്താ, അടുത്ത വർഷത്തെ പരീക്ഷയിൽ നന്നായിട്ട് റാങ്ക് വാങ്ങി നല്ലൊരു മെഡിക്കൽ സീറ്റ് കുട്ടി കരസ്ഥമാക്കാം എന്നുള്ള രൂപത്തിൽ കുട്ടി അല്ലെങ്കിൽ കുട്ടിയുടെ രക്ഷിതാവ് ആലോചിക്കാത്തതിന്റെ പ്രശ്നമാണ്. ഒരു വർഷം മെനക്കെട്ട് ഇരുന്ന് പഠിച്ച് കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജീസ് ഫോളോ ചെയ്തുകൊണ്ട് കുട്ടിക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിലേക്ക് എത്തിക്കോട്ടെ, അതിനുള്ള സൗകര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാം എന്നുള്ളതായിരിക്കണം സ്വാഭാവികമായിട്ടും വീട്ടുകാരും നാട്ടുകാരും മീൻസ് കുടുംബക്കാരൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത്. ആസ് എ പാരന്റ് നമ്മൾ ഈ ഒരു പോയിന്റ് വളരെ സീരിയസ് ആയിട്ട് തന്നെ നോട്ട് ചെയ്യണം. സ്വാഭാവികമായിട്ടും ഗ്യാപ്പ് ഇയർ എടുക്കുന്ന സമയത്ത് കുട്ടികളോടാണ്, ഗ്യാപ്പ് ഇയർ എടുക്കുന്ന സമയത്ത് +2 കഴിഞ്ഞ് ഒരു വർഷം എനിക്ക് JEE-ക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കീമിന് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം, നീറ്റിനൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം, CUET-ക്ക് ഞാൻ ഉദ്ദേശിച്ച പേപ്പറിനൊന്നും അപ്ലിക്കേഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച പോലെ എഴുതാൻ കഴിഞ്ഞില്ല, ഒരു വർഷം ഡ്രോപ്പ് ചെയ്യണം, നല്ലൊരു കോച്ചിങ് എടുക്കണം, അടുത്ത വർഷം ഞാൻ എന്തായാലും നല്ല റാങ്ക് കരസ്ഥമാക്കും എന്നൊക്കെ കോൺഫിഡൻസ് ലെവലിൽ ഡ്രോപ്പ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട് ഈ ഗ്യാപ്പ് ഇയർ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട്. സ്വാഭാവികമാണ് അല്ലേ. പോസിറ്റീവ് സൈഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ബെറ്റർ റാങ്ക്സ് ആൻഡ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ടാർഗറ്റ്. ഒരു വർഷം കളയുന്നു എന്നുള്ളത് വളരെ വലിയൊരു സംഗതി തന്നെയാണ്. ഒരു വർഷം എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സംഭവം തന്നെയാണ്. ഒരു വർഷം എന്ന് പറഞ്ഞാൽ ചില്ലറ സംഗതിയായിട്ട് നിങ്ങൾ കണക്കാക്കണ്ട. അപ്പോൾ ഈ ഒരു വർഷം നിങ്ങൾ ഡ്രോപ്പ് ചെയ്യുന്നത് അതിന് കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾ ഉണ്ടാക്കണം. നല്ലൊരു കോഴ്സ്, നല്ലൊരു പ്രീമിയർ സ്ഥാപനത്തിൽ സ്വാഭാവികമായിട്ടും അടുത്ത അക്കാഡമിക് ഇയറിൽ നിങ്ങൾ എത്തണം എന്നുള്ള സംഗതിയാണ് പറഞ്ഞത്. രണ്ടാമത്തെ സംഗതി,
സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഒരു കരിയർ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് സയൻസ് എടുത്തൊരു കുട്ടി തുടർന്ന് സയൻസിൽ തന്നെ പോകണോ, കൊമേഴ്സ് എടുത്തൊരു കുട്ടി കൊമേഴ്സിലാണോ പോകേണ്ടത്, ഇനി ഒരു ബിസിനസ് രംഗത്തേക്ക് പോകണോ, ഇനി ഹ്യൂമാനിറ്റീസിലുള്ള കുട്ടിക്ക് വേറെ ഏത് റൂട്ടിലേക്കൊക്കെ പോകാൻ കഴിയും, ഇങ്ങനെ ഒരു ക്ലാരിറ്റി കുറവ് സ്വാഭാവികമായിട്ടും പ്ലസ് ടു കഴിയുമ്പോൾ ഉണ്ടാവാറുണ്ട്. പ്ലസ് ടു വരെ ഒരു ഫ്ലോ പോലെ അങ്ങനെ ഒഴുകിപ്പോയിട്ടായിരിക്കും ഉണ്ടാവുക. സോ ജീവിതത്തില് തന്റെ പാഷൻ എന്താണ്, തനിക്ക് എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ, തനിക്ക് എവിടൊക്കെയാണ് കഴിവുകൾ എന്ന് മനസ്സിലാക്കാൻ ഒരുപക്ഷെ കുറച്ച് സമയം വേണ്ടി വരും. സ്വയം എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സമയമായിട്ട് ഈ ഒരു വർഷം നിങ്ങൾ കണക്കാക്കണം. ഒരു കരിയർ ക്ലാരിറ്റി ബിൽഡ് ചെയ്യാനുള്ള ഒരു സമയമായിട്ട് നിങ്ങൾ ഇത് കണക്കാക്കണം. ഈ ഒരു സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതിന്റെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളൊരു കോഴ്സ് ചൂസ് ചെയ്തു, അയ്യടാ ഇതല്ല എനിക്ക് വേണ്ടിയിരുന്നത് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. സോ ഈ ഒരു ഡ്രോപ്പ് എടുക്കുന്ന വർഷം, ഈ ഒരു ഗ്യാപ്പ് ഇയറിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഏരിയ എന്താണ് എന്നുള്ളത് ക്ലിയർ ആയിട്ട്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ കരിയർ അവിടെ ഫിക്സ് ആക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ടുള്ളത്. മൂന്നാമത്തെ ഒരു സംഗതിയിലേക്ക് നമുക്ക് പോവാം, മെച്യൂരിറ്റി ആൻഡ് സോഫ്റ്റ് സ്കിൽസ്. ചില ആളുകൾക്ക് ഉണ്ടാവും, ഞാൻ ഒരു വർഷം ഒന്ന് ബ്രേക്ക് എടുത്തുകൊണ്ട് കുറച്ച് സോഫ്റ്റ് സ്കില്ലുകളൊക്കെ പഠിക്കട്ടെ, കുറച്ച് ലൈഫ് സ്കില്ലുകളൊക്കെ പഠിക്കട്ടെ, അല്ലെങ്കിൽ സോഫ്റ്റ് സ്കില്ലുകളൊക്കെ പഠിക്കട്ടെ, കുറച്ചുകൂടെ എനിക്കൊന്ന് മെച്യൂർ ആവാനുണ്ട്. പ്രത്യേകിച്ച് ഡിഗ്രി കഴിഞ്ഞ് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നതിന്റെ മുന്നേ ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യട്ടെ ഞാൻ 2-3 മാസക്കാലം, ഒരു വർഷം ഒരു ഇന്റേൺഷിപ്പിനോ ഒരു ജോലിക്കൊക്കെ പോയിട്ട് ഞാൻ കുറച്ചുകൂടെ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള സമയമായിട്ട് കണക്കാക്കട്ടെ എന്ന് വിചാരിക്കുന്ന കുട്ടികളുണ്ടാവും. അങ്ങനെ ഉദ്ദേശിച്ച് പ്ലാൻ ചെയ്ത് ഗ്യാപ്പ് ഇയർ എടുക്കുന്ന കുട്ടികൾ നിർബന്ധമായിട്ടും ഈ ഒരു പീരീഡിൽ നന്നായിട്ട് സ്കില്ലുകൾ അക്വയർ ചെയ്യുക. പ്രധാനമായിട്ടും ഇന്നത്തെ കാലത്തുള്ള AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്താണ് ഉള്ളത്. മാക്സിമം AI ടൂളുകൾ നമ്മൾ അക്വയർ ചെയ്യുക, സോഫ്റ്റ് സ്കില്ലുകൾ നമ്മൾ മാസ്റ്റർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ കുറച്ചുകൂടെ മെച്യൂർ ആവുക. നമ്മുടെ ജീവിതത്തെക്കുറിച്ചും നമ്മുടെ കരിയറിനെ കുറിച്ചുള്ള നമ്മുടെ വിഷനും മിഷനും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു പീരീഡ് ആയിക്കൊണ്ട് ഈ ഒരു വർഷം നമ്മൾ മാറ്റേണ്ടതാണ്. അടുത്ത ഒരു സംഗതിയിലേക്ക് പോവുകയാണെങ്കിൽ, മറ്റൊരു കൂട്ടരുണ്ട് പ്രൊഫൈൽ ബിൽഡിംഗ്. ഒരു വർഷം എനിക്ക് കുറച്ച് പ്രൊഫൈലൊക്കെ ബിൽഡ് ചെയ്യണം, പ്രത്യേകിച്ച് ഒരു പോർട്ട്ഫോളിയോ ബിൽഡിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു ജോലിക്കൊക്കെ ട്രൈ ചെയ്യുന്നവരായിരിക്കും ഡിഗ്രി കഴിഞ്ഞിട്ടൊക്കെയുള്ള ആളുകൾ. എനിക്ക് ചെയ്ത വർക്കുകളൊക്കെ ഉണ്ടാവും, ഒരു പക്ഷേ ഫ്രീലാൻസ് ആയിട്ടും അല്ലെങ്കിൽ മറ്റ് ഇന്റേൺഷിപ്പ് ഒക്കെ ആയിട്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് വർക്കുകൾ ഉണ്ടാവും. ഈ ഒരു സമയത്ത് ഞാൻ എൻ്റെ പ്രൊഫൈൽ ബിൽഡ് ചെയ്യാനായിരിക്കും ശ്രമിക്കുന്നുണ്ടാവുക. അങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു പീരീഡിൽ നിങ്ങൾ അതിന് പ്ലാൻ ചെയ്ത് കൃത്യമായിട്ടുള്ള ഒരു പ്രൊഫൈൽ ബിൽഡിങ്ങിന് വേണ്ടി ഒരു പക്ഷേ നിങ്ങൾ ചെറിയ ഷോർട്ട് ടേം കോഴ്സുകൾ എന്തെങ്കിലും ചെയ്യേണ്ടി വരും, എന്തെങ്കിലും പ്രൊജക്റ്റുകൾ നിങ്ങൾ ചെയ്യേണ്ടി വരും. സോ ഇത് എല്ലാവർക്കും അപ്ലിക്കബിൾ അല്ല. ചില കാരണങ്ങൾ കൊണ്ടായിരിക്കാം പലരും അക്കാഡമിക് ഇയറിൽ ഗ്യാപ്പ് എടുക്കുന്നത്. സോ നിങ്ങൾക്ക് എവിടെയാണോ അപ്ലിക്കബിൾ ആയിട്ടുള്ളത്, പ്രൊഫൈൽ ബിൽഡിംഗ് ആണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതിൽ നിർബന്ധമായിട്ടും പ്രൊഫൈൽ ബിൽഡിംഗ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം സമയം. അതിന് എന്തൊക്കെ ചെയ്യണം എന്നുള്ള നിങ്ങൾ ആദ്യം ഒരു പ്ലാൻ ഉണ്ടാക്കണം. ആ പ്ലാനിൽ കൃത്യമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യണം. അല്ലാതെ വെറുതെ പ്രൊഫൈൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് സമയം ചെലവഴിക്കാൻ നിങ്ങൾ നിൽക്കരുത്. ആൻഡ് നെക്സ്റ്റ് വൺ, പ്രിപ്പറേഷൻ ഫോർ സ്റ്റഡിങ് അബ്രോഡ്. ഒരുപാട് പേരുണ്ടാവും അബ്രോഡിൽ പോകണം. അബ്രോഡിൽ പോകണമെങ്കിൽ ഒരുപാട് ഡോക്യുമെന്റ്സ് ഒക്കെ ശരിയാക്കേണ്ടി വരും, ഒരുപാട് എക്സാമുകൾ ക്ലിയർ ചെയ്യേണ്ടി വരും. സോ ഈ എക്സാമുകൾ ക്ലിയർ ചെയ്യാൻ കൃത്യമായിട്ടുള്ള ടൈം ലൈനുകൾ നിങ്ങൾ ഫിക്സ് ചെയ്യണം. അതിനുള്ള അസിസ്റ്റൻസ് നിങ്ങൾ അവിടെ പോയിട്ടുള്ള ആളുകളുമായിട്ട് സംസാരിക്കണം. അവിടെ പോയാൽ എന്തൊക്കെയാണ് മെറിറ്റ്സ് ഉള്ളത്, ഡിമെറിറ്റ്സ് എന്തൊക്കെയാണ് കൃത്യമായിട്ട് അന്വേഷിക്കണം. ഒരു റിസർച്ച് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. ഇങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഒരു പേർപ്പസ് ഈ പറയുന്ന ഒരു ഗ്യാപ്പ് ഇയറിന് ഉണ്ടാവണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇനി ചില ആളുകൾ ഉണ്ടാവും, ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള എക്സാമിന് നിങ്ങൾ എയിം ചെയ്യുന്നുണ്ട് എങ്കിൽ ആ എക്സാമിന്റെ പാറ്റേൺ മനസ്സിലാക്കണം. ഒരുപക്ഷെ നിങ്ങൾക്ക് കോച്ചിങ് പോകണമെങ്കിൽ കോച്ചിങ് പോകണം. നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി ആണ് കൂടുതൽ നന്നാവുമെങ്കിൽ സെൽഫ് സ്റ്റഡിയിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. ആ എക്സാമിന്റെ കംപ്ലീറ്റ് A to Z ഡീറ്റെയിൽസ്, അതിന്റെ പാറ്റേൺ അടക്കം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ JEE നീറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ, റിപ്പീറ്റ് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് സെൽഫ് സ്റ്റഡി ഒരുപക്ഷെ കൂടുതൽ പേർക്കും അത് സൂറ്റബിൾ ആയിരിക്കില്ല. നമ്മൾ ഏതെങ്കിലും നല്ലൊരു കോച്ചിങ് സെന്ററിൽ പോയിട്ട് അവരുടെ മെന്റർഷിപ്പിൽ നമ്മൾ പഠിച്ചാൽ മാത്രമേ നല്ല രൂപത്തിൽ നമുക്ക് എക്സാമുകൾ ക്രാക്ക് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. ഒറ്റയ്ക്കിരുന്ന് പഠിക്കാൻ കഴിയുന്നവരുണ്ടാവും സ്വാഭാവികമായിട്ടും. സോ നമുക്ക് എന്താണോ സ്യൂറ്റബിൾ എന്നുള്ളത് നമ്മൾ തീരുമാനിച്ച് എക്സാമിന്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കാനാണെങ്കിൽ അതിനായിട്ട് ആ ഒരു വർഷം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. ആൻഡ് നെക്സ്റ്റ് വൺ, എന്തെങ്കിലും സ്കോളർഷിപ്പോ ഫൈനാൻഷ്യൽ എയ്ഡിനൊക്കെ വേണ്ടിയിട്ട് ഒരു വർഷം ഗ്യാപ്പ് എടുക്കുന്ന കുട്ടികളുണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹയർ സ്റ്റഡീസ് പുറത്തു പോയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവര്, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞു, ഗ്രാജുവേഷൻ കഴിഞ്ഞു, പോസ്റ്റ് ഗ്രാജുവേഷന് നിങ്ങൾക്ക് കാറ്റ് വഴി MBA അഡ്മിഷൻ എടുക്കണമെന്നായിരിക്കാം. സോ MBAക്ക് ഒരുപാട് ഫൈനാൻഷ്യൽ എയ്ഡ് ആവശ്യം ഉണ്ടായിരിക്കും. കാറ്റിൽ നല്ല റാങ്ക് കരസ്ഥമാക്കുന്നവർക്ക് സ്വാഭാവികമായിട്ടും ബാങ്ക് നല്ല എഡ്യൂക്കേഷൻ ലോണൊക്കെ തരും, അതൊക്കെ ശരിയാണ്.
എന്നാലും ചില കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ സപ്പോർട്ട് ആവശ്യമുണ്ടായേക്കാം. സോ ആ ഒരു സമയത്ത് നിങ്ങൾ ഗ്യാപ്പ് ഇയർ എടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാവാം. സോ നിങ്ങൾ ഗ്യാപ്പ് ഇയർ എടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അതിന്റെ സ്കോളർഷിപ്പ് ഫെസിലിറ്റീസ്, സ്കോളർഷിപ്പ് അസിസ്റ്റൻസ് കാര്യങ്ങൾ, ഫൈനാൻഷ്യൽ എയ്ഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് റിസർച്ച് ചെയ്യണം. അതിൻ്റെ സ്കോപ്പും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കണം എന്നുള്ളതാണ് പറഞ്ഞത്.